What's up guys? Welcome back to our channel. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലോട്ടാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് സ്വിമ്മിങ്ങിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സ്വിമ്മിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജിനെ പറ്റി ഒന്നുമല്ല ഞാനവിടെ സംസാരിക്കുന്നത്. സ്വിമ്മിങ്ങും ബോഡി ബിൽഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് സ്വിമ്മ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാം എന്നുള്ളതിനെ പറ്റിയായിരിക്കും ഇന്നത്തെ വീഡിയോ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും സ്വിമ്മിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ല ഒരു വ്യായാമമാണ്. ഇത് വളരെ നല്ല ഒരു കാർഡിയോ ആണ്. ഇത് പ്രഗ്നൻറ്റ് വുമൻസിന് വരെ ഇത് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വയറ്റിൽ കിടക്കുന്ന കൊച്ചിൻ്റെ ആ ഒരു തലച്ചോറിൻ്റെ വളർച്ചയ്ക്ക് വരെ അത് വളരെയധികം ബാധിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനാണെങ്കിലും നമ്മുടെ മൂഡ് എലിവേറ്റ് ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു കിടിലൻ സംഭവമാണ് ഈ സ്വിമ്മിങ്. അത് മാത്രമല്ല നമുക്കൊരു ചൂടുള്ള ഒരു ദിവസം നമുക്കൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ സ്വിമ്മ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സുഖം കിട്ടും, നമ്മുടെ ശരീരത്തിന് സുഖം കിട്ടുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല സയൻറ്റിഫിക്കലി നമുക്ക് ഈ സ്വിമ്മ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളെ ബോഡി ടോൺ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതായത് മസിൽ ബിൽഡിങ്ങും അതുപോലെ തന്നെ നമ്മുടെ മസിൽസൊക്കെ നല്ലൊരു ഡെഫിനിഷനിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഒക്കെ സാധിക്കുന്നതാണ് കറക്റ്റായിട്ടുള്ള രീതിയിൽ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ സ്വിമ്മ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് തരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ജിമ്മിൽ പോയി നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ കഷ്ടപ്പെടുന്ന അത്ര നമുക്ക് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് ആസ്വദിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്നുള്ള കാര്യത്തിനെ പറ്റിയായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സൂപ്പറായിട്ടും കവർ ചെയ്ത് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ആയിരിക്കും, ഈ സ്വിമ്മിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റണ്ണിങ് ചെയ്യുന്നതിൻ്റെയൊക്കെ അതേ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുമെന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് കാണുമായിരിക്കും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ റണ്ണ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇമ്പാക്റ്റിൻ്റെ പകുതി ഇമ്പാക്റ്റുകൾ നമുക്ക് വരുന്നില്ല എന്നുള്ളത് മാത്രമല്ല, നമ്മൾ റണ്ണിങ് അല്ല ജോയിങ് ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നതിൻ്റെ സെയിം എഫക്റ്റ് തന്നെയാണ് നമുക്ക് സ്വിമ്മിങ് കിട്ടുന്നത്. ഒരുപടി മുകളിലാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കൂടുതൽ ബേൺ ചെയ്യാൻ വേണ്ടി, ഫാറ്റ് ബേൺ ചെയ്യാനൊക്കെ അല്ലെങ്കിൽ കലോറീസ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ സ്വിമ്മ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. അപ്പോൾ ഓരോ പോയിന്റും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവസാനം വരെ കാണുക. നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ സ്വിമ്മ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നതിന് മുന്നേ തന്നെ, നമ്മൾ ഓഫീസിലൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ, വർക്കിനൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് സ്വിമ്മ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ പറയുന്ന സ്വിമ്മിംഗ് പൂളൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു കാര്യമായിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോർഡ് ഫോം ആയിട്ടുള്ള എനർജിയാണ് നമ്മൾ ഫാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഈ പറയുന്ന സ്വിമ്മ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫാസ്റ്റിംഗ് ചെയ്യുന്ന ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാക്കി, അതായത് ഒരു മീൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു ഫാസ്റ്റിംഗ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഫാസ്റ്റിങ്ങിൻ്റെയൊക്കെ എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർഡ് ആയിട്ടുള്ള ആ ഒരു ഫാറ്റിന് എനർജി യൂസ് ചെയ്യും. അതായത് നമ്മൾ സ്വിമ്മ് ചെയ്തിട്ട് ഒരുപാടധികം എനർജിയുടെ ആവശ്യം നമുക്കുണ്ട്. അപ്പോൾ അന്നേരം നമ്മൾ ഫുഡ് കഴിക്കാതെ വരുമ്പോഴത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പിന്നെ വേറെ എനർജി എടുക്കാൻ വേറെ മാർഗ്ഗമില്ലാതെ കഴിയുമ്പോഴത്തേനും ഈ സ്റ്റോർഡ് ഫോം ആയിട്ടുള്ള ഫാറ്റിൽ നിന്ന് എനർജി കൺസ്യൂം ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത്. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ രാവിലെ എഴുന്നേറ്റിട്ട് സ്വിമ്മ് ചെയ്യുന്നത് വളരെ നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫാസ്റ്ററായിട്ട് സ്വിമ്മ് ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സ്വിമ്മിംഗ് ഒക്കെ ചെയ്ത് കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഈ ശരീരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ഒരു പ്രവൃത്തിയാണെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനോട് കുറേ നാൾ കഴിയുമ്പോഴത്തേനും അഡാപ്റ്റ് ആയിട്ട് മാറും. അപ്പോൾ പിന്നെ നമുക്ക് വലിയൊരു ചേഞ്ചസ് ഒന്നും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. ഇപ്പോൾ സ്വിമ്മിംഗ് ആണെങ്കിൽ പോലും നമുക്ക് ആദ്യമൊക്കെ നമ്മുടെ ഹൃദയം നല്ല രീതിയിൽ പിന്നെ പമ്പ് ചെയ്ത് ബ്ലഡൊക്കെ പമ്പ് ചെയ്ത് നല്ല ഹാർട്ട് റേറ്റിലൊക്കെ നല്ല ഹാർട്ട് ബീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആ ഒരു രീതിയിൽ നീന്തിയിട്ടുണ്ട്. ഇപ്പോൾ ഹാർട്ട് ബീറ്റ് ഒക്കെ കുറവായിരിക്കും, നോർമൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കും ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്. പക്ഷേ അതേസമയം നമ്മൾ അന്നേരം സ്പീഡ് കൂട്ടുക, പതുക്കെ സ്പീഡ് കൂട്ടി കഴിയുമ്പോഴത്തേനും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഹാർട്ട് ബീറ്റ് കൂടുകയും ചെയ്യും, നമുക്ക് കൂടുതൽ കലോറീസ് ബേൺ ചെയ്യാനും കഴിയും. നിങ്ങൾക്കറിയാം നമ്മുടെ ഈ സ്വിമ്മിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ചെറിയൊരു കാർഡിയോ മാത്രമല്ല, ഇതൊരു ഫുൾ ബോഡി വർക്കൗട്ട് പോലെയാണ് വരുന്നത്. നമ്മൾ സ്വിമ്മ് ചെയ്യുന്നത് നമ്മുടെ കൈ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബോഡി യൂസ് ചെയ്യുന്നുണ്ട്, കാല് യൂസ് ചെയ്യുന്നുണ്ട്, ഈവൻ നമ്മുടെ നെക്കും എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ശ്വാസം ബ്രത്ത് എടുക്കുന്നുണ്ട്, ബ്രത്ത് പുറത്തോട്ട് കളയുന്നുണ്ട്. അപ്പോൾ ശരിക്കും നല്ല ഒരു ഫുൾ ബോഡി വർക്കൗട്ടിൻ്റെ ഒരു എഫക്റ്റാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഹാർട്ട് ബീറ്റ് എന്തോരം വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാക്സിമം ഹാർട്ട് ബീറ്റ് ഉണ്ടല്ലോ, മാക്സിമം ഹാർട്ട് ബീറ്റ് റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മുടെ 220 നമ്മുടെ ഏജ് കുറച്ചാൽ മതി. ഇപ്പോൾ 20 വയസ്സുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ 220 20 കുറച്ച് കഴിയുമ്പോഴത്തേക്കും അയാൾ 200 വരും. അപ്പോൾ 200 ആണ് അയാളുടെ ഹാർട്ട് ബീറ്റ് റേറ്റ്, മാക്സിമം ഹാർട്ട് ബീറ്റ് റേറ്റ്. അതിൻ്റെ ഒരു 50 to 70% മാത്രം നമ്മൾ ഈ പറയുന്ന രീതിയിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിന് 50% എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 100 ഹാർട്ട് ബീറ്റ് റേറ്റ് മാക്സിമം അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ അത് ഹാർട്ട് ബീറ്റ് റേറ്റ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസസും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. അതായത് ഈ പറയുന്ന വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഡിവൈസസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന മാക്സിമം ഹാർട്ട് ബീറ്റ് റേറ്റിൻ്റെ 50 to 70% നിന്നോട്ട് തന്നെ നീന്തുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതാണ് രണ്ടാമതൊരു ശ്രദ്ധിക്കുന്നത്, മാക്സിമം സ്പീഡിൽ തന്നെ നീന്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയ രീതിയിലുള്ള സ്വിമ്മിംഗ് ടെക്നിക്സും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് നല്ലതാണ്. അതിന് വേണ്ടി സ്വിമ്മിംഗ് ക്ലാസ്സിൽ പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നോർമലായിട്ടുള്ള രീതിയിൽ ഒരേ രീതിയിൽ തന്നെയാണ് നമ്മളിപ്പോൾ സ്വിമ്മ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ അഡാപ്റ്റ് ആയിട്ട് മാറും. പിന്നെ നമുക്ക് വലിയൊരു ഡെവലപ്മെൻറ്റ്, നമുക്ക് ഈ പറയുന്ന വെയിറ്റ് ലോസും കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പുതിയ ടെക്നിക്സ്, ഇപ്പോൾ റിവേഴ്സ് ആയിട്ട് നമ്മൾ സ്വിമ്മ് ചെയ്യണം, ബട്ടർഫ്ലൈ സ്വിമ്മിങ് ചെയ്യുകയാണ്, അങ്ങനെ ഡിഫറൻറ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ സ്വിമ്മ് ചെയ്ത് കഴിയുമ്പോഴത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ മസിൽ പാർട്സിലോട്ട്, പുതിയ മസിൽ പാർട്സിലോട്ടൊക്കെ അതിൻ്റെ ആക്ടിവേഷൻ പോവുകയും അതുകൊണ്ട് തന്നെ കൂടുതൽ നമുക്ക് മസിൽ ടോൺ ചെയ്തെടുക്കാനും അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ചെയ്യാനും ഒക്കെ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് നമുക്ക്
മൂന്നാമതായിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ള പോയിന്റ്. ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഒരു വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഫുഡ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കലോറി ഡെഫിഷ്യൻറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്തിട്ടേ കാര്യമുള്ളൂ. കലോറി ഡെഫിഷ്യൻറ്റിൽ അതായത് നമ്മൾ കഴിക്കുന്ന കലോറിക്ക് കൂടുതൽ ബേൺ ചെയ്താൽ മാത്രമേ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയും ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മൾ സ്വിമ്മിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വിമ്മിങ് ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു വിശപ്പ് നമുക്ക് വരും. നമ്മൾ പച്ചവെള്ളത്തിൽ തണുത്ത വെള്ളത്തിൽ നമ്മൾ ഒന്ന് കുളിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വിശപ്പും കാര്യങ്ങളൊക്കെ തോന്നുന്നതാണ്. അപ്പോൾ സ്വിമ്മിങ് ഒക്കെ നമ്മൾ ഈ പറയുന്ന രീതിയിലൊക്കെ ഒരുപാട് സമയം നമ്മൾ സ്വിമ്മിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷുവറായിട്ടും നമുക്ക് ഈ പറയുന്ന രീതിയിൽ വിശപ്പ് തോന്നും. അപ്പോൾ അന്നേരം നിങ്ങൾ സ്നാക്കും ടീയും ഒന്നും അല്ല നമ്മൾ കഴിക്കേണ്ട, പഞ്ചസാര അടങ്ങിയ ഫുഡ് ഇതൊന്നും ജ്യൂസൊന്നും അല്ല പോയി കഴിക്കണം. നമ്മൾ മാക്സിമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പച്ചക്കറികൾ നമ്മൾ ഉൾപ്പെടുത്തുക. നമ്മുടെ ഈ പറയുന്ന ഫുഡിനകത്ത് പച്ചക്കറികൾ മാക്സിമം കൂട്ടുക. നമ്മൾ പ്ലേറ്റിനകത്ത് കൂടുതൽ പച്ചക്കറികൾ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ പ്രോട്ടീൻ ഷേക്ക് ഉൾപ്പെടുത്തുക. പ്രോട്ടീൻ ഷേക്ക് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്കൊരു ഇരട്ടി റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഡയറ്റിൻ്റെ കാര്യത്തിനെ പറ്റി പറയുമ്പോൾ സ്വിം ചെയ്യുന്ന നേരത്ത് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഡയറ്റിങ്ങിൻ്റെ കേസിൽ എനിക്ക് പറയാനുള്ള ഈ കാര്യമാണ്. കൂടുതൽ വെജിറ്റബിൾസ് ഉൾപ്പെടുത്തുക, അതുപോലെ പ്രോട്ടീൻ ഷേക്കുകൾ ഉൾപ്പെടുത്തുക, സ്നാക്സ് ഒഴിവാക്കുക. അപ്പം അതാണ് ഡയറ്റിനെ പറ്റി പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ഫ്രീക്വൻസിയാണ്. നമ്മൾ എപ്പോഴൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്. സ്വിമ്മിങ് നമ്മൾ ഈ പറയുന്ന സാധാരണ വർക്കൗട്ടൊക്കെ ചെയ്യുന്നവർക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഇത് സാധാരണ ഒരു കാർഡിയോ പോലെ തന്നെ നമ്മൾ ജോഗിങ് ഒക്കെ ചെയ്യുന്നവർക്ക് തന്നെ ഇതും ഒരു കാർഡിയോ തന്നെയാണ്. ഇതൊരു ഫുൾ ബോഡി വർക്കൗട്ട് കൂടിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും. ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ ഫുൾ ബോഡി വർക്കൗട്ടിൻ്റെ ഒരു എഫക്റ്റാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു 5 ദിവസമൊക്കെ ഒരാഴ്ച ചെയ്തെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആദ്യമേ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ പറയുന്ന 5 ദിവസം നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റാർട്ടിങ്ങിൽ ആൾട്ടർനേറ്റ് ദിവസം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ആൾട്ടർനേറ്റ് ഡേയ്സിലൊക്കെ നിങ്ങൾ ചെയ്താൽ മതി. അതായത് ഒരു 3 ദിവസമൊക്കെ നിങ്ങൾ ചെയ്താൽ മതി. 3 ദിവസം എന്ന് പറയുമ്പോഴത്തേനും ഒരു 20 മിനിറ്റ് ഒക്കെ നിങ്ങൾ ചെയ്താൽ മതി. ഒരു നേരം കണ്ടിന്യൂസ് ആയിട്ട് 20 മിനിറ്റ് ഒക്കെ ചെയ്താൽ മതി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സ്വിമ്മിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ മസിൽ പാർട്സും നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിങ്ങനെ നീന്തി കഴിയുമ്പോൾ നമുക്ക് ശരിക്കും ഫറ്റീഗും മസിൽ സോർനെസ്സും ഒക്കെ കാരണം ചിലപ്പോൾ നമ്മൾ മടുത്തു പോയിട്ട് നമ്മൾ തന്നെ സ്റ്റോപ്പ് ചെയ്ത് കളയാൻ വേണ്ടിയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ പ്രാവശ്യം തുടങ്ങുന്ന സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൾട്ടർനേറ്റ് ഡേയ്സിൽ മാത്രം ഒരു 20 മിനിറ്റ് ഒക്കെ സ്വിം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പതുക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തിനൊക്കെ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞില്ല 5 ദിവസം നമ്മൾ സാധാരണ വർക്കൗട്ട് ചെയ്തില്ലേ, വർക്കൗട്ടൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ 5 ദിവസമൊക്കെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നീന്താൻ വേണ്ടിയിട്ട് അരമണിക്കൂറൊക്കെ മതി. അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ നീന്തിയാൽ മതി. കോമൺ ആയിട്ട് എല്ലാ സ്വിമ്മിംഗ് പൂളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന 1 മണിക്കൂറത്തേക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും നോർമലി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 1 മണിക്കൂർ നീന്തിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ തുടക്കത്തിലേ പോയി 1 മണിക്കൂർ നീന്തരുത്. അങ്ങനെ നീന്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മസിൽ സോർനെസ്സും ഫറ്റീഗും ഒക്കെ ഉണ്ടാകുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് നീന്തുമ്പോൾ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഒരുപാട് അധികമാണ്, വളരെയധികം അഡ്വാൻറ്റേജസ് ആണ്. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ജോയിൻറ്റ് പെയിൻ ഉണ്ട്, നിങ്ങൾക്കിപ്പോൾ ജിമ്മ് ആക്സസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ട്, ഇപ്പോൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി പറ്റിയ ഒരു സംഭവം തന്നെയാണ്. അതായത് നമുക്ക് ജോയിൻറ്റ് പെയിൻ ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ പറയുന്ന സ്വിമ്മിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ അഡ്വാൻറ്റേജസ്, അങ്ങനെ വേറെയും കുറേ അഡ്വാൻറ്റേജസ് വരുന്നുണ്ട്. പിന്നെ എൻ്റർടൈൻമെൻറ്റ് ഉണ്ട്. നമുക്ക് നീന്തുമ്പോൾ നമ്മൾ സമയം പോകുന്ന അറിയത്തുമില്ല, പക്ഷേ നമുക്ക് ഈ പറയുന്ന കലോറി നമുക്ക് ബേൺ ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഏതായാലും ഈ പറഞ്ഞ ഈ ഫ്രീക്വൻസിയുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ എന്തോരം കൂടുതൽ ആക്റ്റീവായിട്ട് നമ്മുടെ ശരീരം ഇരിക്കുന്നു അത്രയും കൂടുതൽ കലോറീസ് നമുക്ക് ബേൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ഒരു 5 days എങ്കിലും നമ്മൾ ഒരാഴ്ചയിൽ സ്വിം ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് പതുക്കെ പ്രോഗ്രസീവായിട്ട് കൂട്ടിക്കൊണ്ടുവന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വീഡിയോ. വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു. സ്വിമ്മിങ് അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ഞാനൊരു ചെറിയ വീഡിയോ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുള്ള ഡെഫിനറ്റ് ആയിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കാര്യങ്ങളെല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു കിട്ടുന്ന വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.